എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ പകർന്നു തരുന്ന ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ അത് വലിയതാണ്, അത് വിലയേറിയതാണ്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശു നേടിത്തന്ന സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനായി കഴിയത്തുള്ളൂ. അതായത് ബലവാൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു വ്യക്തി. യേശു പറയുകയാണ്, ബലവാനായ ഒരു വ്യക്തി തൻ്റെ അരമന കാത്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളെ അവൻ പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ അതിലും ബലവാനായ യേശു വന്ന് നമ്മെ അവനിൽ നിന്ന് വിടുവിക്കുവാനിടയായിത്തീരുന്നു. അവൻ്റെ അടുക്കലായിരിക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ വേദനയും പട്ടിണിയും ഞെരുക്കവും പീഡനവുമായിരുന്നു. എന്നാൽ കർത്താവ് പറയുക, അവൻ്റെ കയ്യിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുവാനിടയായിത്തീർന്നു. ബലവാൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ കർത്താവ് എന്തൊക്കെയാണോ നേടിത്തന്നത് അതെല്ലാം അനുഭവിക്കുവാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വർദ്ധിച്ചു വരട്ടെ. സകല നന്മയിലും സകല അനുഗ്രഹത്തിലും കർത്താവ് നിങ്ങളെ ആക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Prosperity is a blessing. Divine health is a blessing. Joy is a blessing. Strength is a blessing. Success is a blessing. Victory is a blessing. Also eternal life is a blessing. ഈ എല്ലാ അനുഗ്രഹവും ആളുകൾ പറയും, ജോൺ ഡാരി ബ്രദർ മൊത്തം അനുഗ്രഹം പ്രസംഗിക്കുന്നതാണ് ദൈവം. കാരണം എല്ലാ അനുഗ്രഹവും. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ജോയ് കൊടുക്കണം. ദൈവത്തിന് അവന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ, ഫുൾനെസ് ഓഫ് ജോയ്. where is his presence, there will be his joy. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിപൂർണത എവിടെ ഉണ്ടോ അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാവോ? Lord was with Joseph, so he was a successful man. അപ്പൊ സക്സസ് എവിടെ ഉണ്ടായേ? ദൈവം കൂടെ ഉണ്ടായോണ്ടാ. ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ഈ ലോകത്തെ ജയിക്കുന്നത്? അപ്പൊ വിക്ടേഴ്സ് ആരാ? ദൈവരാജ്യത്തിലുള്ളവരാ. എന്താ കൈയടിക്കാത്തെ? ഈ രാജ്യത്തിൽ പ്രശ്നം ഇതാണ്. ആളുകൾ പലപ്പോഴും ഇവിടെ നിന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നത്. ദൈവം നിസ്സഹായനായിട്ട് ഒരേടാ ചെറുക്ക, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇങ്ങോട്ട് കയറ, നീ അവിടെ നിൽക്ക. അപ്പൊ പറയും, എനിക്ക് ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, കുഴിച്ചിടാൻ സ്ഥലമില്ല, ആകെ പ്രശ്നമാണ് ബ്രദറെ, അവിടെ തരാമെങ്കിൽ തരാം. അല്ല, അവിടെ അല്ലടാ, ഇവിടെ വാടാ. പറ്റത്തില്ല. കർത്താവ് പറയും, മോനെ നീ സ്നാനപ്പെട്ടിട്ട് വീണ്ടും ഒന്ന് ജനിച്ചാൽ എനിക്ക് എന്തു വേണമെങ്കിൽ തരാടാ നിനക്ക്.
ഒപ്പത്തിയവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? എന്നാൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പുറത്ത് നിന്നിട്ട് പറയും കർത്താവേ തരണേ. കർത്താവിന് ഇത് മനസ്സിലാകാൻ, രുചി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇവന് മനസ്സിലായി ദൈവം ഉണ്ടെന്ന്, പക്ഷെ അകത്ത് കയറത്തില്ല. അകത്ത് കയറാൻ ശൗക്കുഴി വേണം. പറ, പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുമോ ആവോ, സർട്ടിഫിക്കറ്റ് കിട്ടുമോ ആവോ, ഇവിടെ വന്ന സകലതും കിട്ടും, പക്ഷെ അവിടുന്ന് കയറണം. Are you following? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ചില ആളുകൾ യുഗം മെറ്റീരിയൽ ബ്ലെസ്സിങ് നോക്ക. ദൈവം ആത്മാവാണ്. സ്പിരിറ്റ് ആത്മാഗോളത്തിൽ നിന്നാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ് കൂടെ വരുന്നത്. കൈ അടിക്കുന്നത് കണ്ട വേറെ എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തോന്നും. ഒരു നല്ല ആമേൻ പറ. അപ്പൊ മെറ്റീരിയലായ ബ്ലെസ്സിങ് എവിടുന്ന വരുന്നത്? പുറത്ത് നിൽക്കുമ്പോഴല്ല. ആളുകൾ പറഞ്ഞ് കർത്താവിലേക്ക് വരണ്ട, കുറച്ച് തരികടയൊക്കെ ചെയ്താലേ കാശുണ്ടാകത്തുള്ളൂ. അല്ല, ഇതിനകത്ത് കയറിയാൽ ജെനുവൻ മണി വരാൻ തുടങ്ങും, സമ്പത്ത് വരാൻ തുടങ്ങും, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്മ വരാൻ തുടങ്ങും, ഉയർച്ച വരാൻ തുടങ്ങും, സമ്പത്ത് വരാൻ തുടങ്ങും. Come on, come on. എന്റെ കൂടെ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയാ, all things are spiritual. ഒന്നും കൂടെ പറയാം, all things are spiritual. Even the material things are spiritual. So if you want the material things, it is also from the spiritual world. നിനക്ക് മെറ്റീരിയൽ ആയ എന്ത് വേണമെങ്കിൽ പോലും അത് എവിടുന്ന് വന്നേ ഒക്കത്തുള്ളൂ? ആത്മലോകത്തിൽ നിന്ന് വന്നേ ഒക്കത്തുള്ളൂ, ആത്മഗോളത്തിൽ നിന്ന് വന്നേ ഒക്കത്തുള്ളൂ. ചിലര് പറയും ആത്മലോകത്തിന് മെറ്റീരിയൽ ആയ തിങ്സ് വരുമോ? നോക്ക, കടലിൽ നിന്ന് വന്നു, അപ്പം ആകാശത്തു നിന്ന് വന്നു, വെള്ളം പാറയിൽ നിന്ന് വന്നു. അനങ്ങാത്ത എന്താ? അടുത്തിരിക്കുന്നവരോട് പറ, കടലിൽ നിന്ന് വന്നു. കടലിൽ പോയ മീനെ കിട്ടത്തുള്ളൂ. കടലിൽ നിന്ന് വന്നു. മന്ന ആകാശത്തു നിന്ന് വന്നു. വെള്ളം പാറയിൽ നിന്ന് വന്നു. സ്പിരിച്വൽ ലോകത്തിലേക്ക് വന്ന സകലതും സപ്ലൈ ഉണ്ട്. ഒരാളോടും കൂടെ കൈ കൊടുത്തിട്ട് പറ, കടലിൽ നിന്ന് വന്നു. മന്ന എവിടുന്ന് വന്നു? ആകാശത്ത് നിന്ന് വന്നു. വേറൊരാളോട് പറ, പൈസ മീന്റെ വായിന്ന് വന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, പൈസ മീന്റെ വായിന്ന് വന്നു. അതുകൊണ്ട് മീന് പോലും കാശ് കൊണ്ട് തരാൻ പറ്റും. അയ്യാ, യേശുവേ ഇവർക്ക് മാനസാന്തരം കൊടുക്കണേ. അടുത്തിരിക്കുന്നവരോട് പൈസ നീ വാ തുറന്നാൽ പോലും, നീ ഇന്ന് മേടിച്ചിരിക്കുന്ന അടുക്കളയിലേക്ക് മേടിച്ചിരിക്കുന്ന ചൂര വാ തുറന്നു നോക്കുമ്പോ ഒരു വലിയ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് വായില്. ഒന്ന് കൈ അടിച്ചു രാമയൻ പറ. അതുകൊണ്ടാ ജപ്തി ആണെങ്കിലും നല്ല മീൻകറി എല്ലാം വെറ്റിച്ച് പറ്റിച്ച് മീന്റെ വഴിയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് വന്നാലും ഐ ആം ജോക്കിംഗ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ മണി ഉണ്ടാകാൻ പോകുന്നു. മിറക്കിൾ മണി, മിറക്കിൾ പ്രൊവിഷൻ, മിറക്കിൾ മണി, മിറക്കിൾ മണി. എന്റെ മോൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുന്നിട്ട് $150 അവന്റെ അക്കൗണ്ടിൽ വന്നു. ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആരായച്ചെന്നൊരു പിടിയില്ല. സത്യമായിട്ട് അറിയത്തില്ല. കാരണം ഞാൻ ആർക്കും ഇന്ത്യയിലെ നമ്പർ കൊടുത്തിട്ടില്ല. അവന്റെ എനിക്ക് മാത്രം എൻ്റെ ഭാര്യയ്ക്കും അറിയാം അക്കൗണ്ട് നമ്പർ, വേറെ ആർക്കും അറിയത്തില്ല. $150 അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ സാധാരണ എവിടുന്ന് അയച്ചതെന്ന് ആരയച്ചെന്ന് വരും. അതിനകത്ത് ആരയച്ചെന്നും ഇല്ല, പ്രൈവറ്റ് ആയി കിടക്കുക. എന്നാലും പറഞ്ഞു ഇങ്ങനെ പ്രൈവറ്റ് ആയ പലരും വന്നായിരുന്നെങ്കിൽ. ഇത് എങ്ങനെ അക്കൗണ്ട് നമ്പർ കിട്ടിയെന്ന് എനിക്ക് പിടികിട്ടാത്തത്. അത് പുതിയ അക്കൗണ്ട് നമ്പറാണ്. സത്യമാണ് ഞാൻ പറയുന്നത്, സീരിയസ്ലി പറയുമോ?
ഞാൻ അപ്പുറത്ത് പോയിട്ട് പറയാം മിറക്കിൾ മണി കിട്ടിയെന്ന്. അവർ കുറച്ചും കൂടെ മാന്യമായിട്ട് കൈയടിക്കും. നിങ്ങളുടെ പേഴ്സുകളിൽ ദൈവം നന്മകൾ തരട്ടെ. നിങ്ങളുടെ അക്കൗണ്ടുകൾ നിറയട്ടെ. അല്ലെങ്കിൽ ജോസഫിന്റെ കാലഘട്ടം പോലെ സഭകളിൽ, ജോസഫിന്റെ കാലഘട്ടം പോലെ സഭകൾ പാണ്ഡികശാലകൾ തുറക്കട്ടെ. ഫീഡ് ചെയ്യുന്ന വിധത്തിൽ ദൈവം നന്മകൾ ഒരുക്കട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും എത്തിയോ? ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ. ഈ സത്യത്തിൽ ഞാൻ മെയിൻ പോയിന്റിലേക്ക് എത്തുക. നിങ്ങൾ എന്നെ ഒപ്പ് എത്തണേ. ഒരിക്കൽ കൂടെ ഒന്ന് പോയേ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഇയാൾ ആരുടെ കയ്യിലായിരുന്നു? ഇയാളെ ഏതിലേക്ക് കൊണ്ടുവന്നു? ഈ ജെറമിയയുടെ പുസ്തകം 31 അധ്യായം 11 വാക്യം ഒന്ന് വായിക്കാം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. എന്നാ അവനേക്കാൾ? ഈ കാര്യം യേശു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? യേശു പറഞ്ഞറിയാവോ? ബലവാൻ ആയുധവർഗം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടിയിരിക്കുന്നു. അവനിലും ബലവാനായവൻ അവന് ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു വരച്ച് കൊള്ള പങ്കുവെക്കുന്നു. ഒന്നുകൂടെ പോണം. ഇത് ബലവാന്റെ കയ്യിലായിരുന്നു. ഒന്ന് പിടിച്ചേ. ഇവൾ ആരുടെ കയ്യിലായിരുന്നു? ബലവാന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഇപ്പൊ ദൈവരാജ്യത്തിനകത്തേക്ക് വന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് കണ്ടേ. ഞാനിപ്പോ എവിടേക്ക് വന്നു എന്ന് കണ്ടേ? പറ. ഇവിടേക്ക് വന്നാലുള്ള പ്രത്യേകത വേദപുസ്തകം പറയുന്നത് ഞാനൊന്ന് പറയാവേ. അതാണ് പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞത് കൊള്ള പങ്കിട്ടു എന്ന്. അവർ വന്ന് സിയോൻ മലയിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ഇതിനകത്ത് കേറുമ്പോഴേ ഡാൻസാ. ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാ കിടന്ന് ചാടുന്നതെന്നാ. കാരണം ഇതിനകത്ത് കയറിയ ഡാൻസാ. അടുത്തതാ, സിയോൻ മലയിൽ കയറി വന്ന് ഘോഷിച്ചുല്ലസിക്കും. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കട്ടെ ഞാനേ. അടുത്തത്, ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ, ഇതെന്താന്ന് പോലും പിടികിട്ടി കാണത്തില്ല ആർക്കും, എന്നിങ്ങനെയുള്ളവ യഹോവയുടെ നന്മയിലേക്ക് ഓടി വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ധാന്യവും വീഞ്ഞും എണ്ണയും കാളയും എന്ന് പറഞ്ഞ സമ്പത്ത് നിന്റെ വീട്ടിലേക്ക് ഓടിക്കയറാൻ തുടങ്ങുമെന്ന്. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് മാർച്ച് ഏപ്രിൽ മാസത്തെ ദൂത. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില വീട്ടിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, ചിലരുടെ വീട്ടിലേക്ക് നന്മ ഓടിക്കേറും. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? കാള കുഞ്ഞാടുകളൊക്കെ എന്ന് പറയുന്നത് എന്തു? അന്നത്തെ ധനത്തെയാണ് എന്ത് കാണിക്കുന്നത്? കാള, ധാന്യം, വീഞ്ഞ്, എണ്ണ, അതൊക്കെയായിരുന്നു അന്ന് എക്സ്ചേഞ്ച് സാധനങ്ങൾ. അന്നത്തെ വാല്യുബിൾ ആയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഡോളർ, ദറംസ്, കുവൈറ്റ് ദിനാറ്. നിങ്ങളെന്താ ആമയും പറയാത്തെ? യൂറോ, ഇതെല്ലാം നിന്റെ വീട്ടിലേക്ക് കയറുമെന്ന്. ഞാൻ യൂറോയുടെ കണക്ക് പറയുമല്ല, ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പറയുക. അടുത്ത വാചകം ഒന്ന് വായിക്കട്ടെ. റാംസനിയാന്ധല കറബ സൻറ്റുറിയാന്ധലബ. ഇനി ഇംഗ്ലീഷ് ബൈബിൾ ആ വാചകം ഒന്ന് വായിക്കാം. They will come and sing aloud and shout for joy on the height of the Sion. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിക്കണേ. And will be radiant. മലയാളത്തിലില്ല എന്ന് പറഞ്ഞ റേഡിയന്റ് എന്ന് പറഞ്ഞ അവരങ്ങ് തിളങ്ങാൻ തുടങ്ങുമെന്ന്. മലയാളത്തിൽ ആരോ കൊണ്ട് വിഴുങ്ങിയത്. Do you believe you are going to be radiant? നടക്കുമ്പോ പ്രകാശം നടക്കുന്ന പോലെ ഇരിക്കുമെന്ന്. നീ അങ്ങ് തിളങ്ങാൻ പോവാന്ന്. ഈ രാജ്യത്തിനകത്ത് കയറിയ you will start to do radiant.
അടുത്ത വാചകം. നന്മയിൽ ഇത് നന്മയിലേക്ക് ഓടി വരുന്നു പറഞ്ഞിട്ട് അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയും. നിങ്ങളുടെ പ്രാണൻ എങ്ങനെയാവുന്ന? നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാവുന്നു എന്ന് പറഞ്ഞ എല്ലാ ആത്മീയ വരൾച്ചയും മാറിയിട്ട് നിങ്ങൾ ആത്മീയമായി പുഷ്ടി പ്രാപിക്കാൻ തുടങ്ങുമെന്ന്. ഇൻ ദിസ് കിങ്ഡം, ഈ രാജ്യത്തിനകത്ത് നനവില്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. ഔട്ട്സൈഡ് ദ കിങ്ഡം നിനക്ക് എങ്ങനെയോ ഇരിക്കാം, പക്ഷെ ഇൻ ദിസ് കിങ്ഡം ഒരാൾക്ക് നനവില്ലാതിരിക്കാൻ ഒക്കത്തില്ല. നനവുള്ള തോട്ടം, എന്തിട്ടാലും മുളയ്ക്കുന്ന തോട്ടം, എന്ത് ചെയ്യാലും ഫലം തരുന്ന തോട്ടം, അതായി നീ മാറാൻ പോവാണ്. കമാൺ, ഒന്ന് തുള്ളിച്ചാടി ഒരു ആമേൻ പറ. അടുത്ത വാചകം മനോഹരമാ കേട്ടോ. അടുത്ത വാചകം മനോഹരമാ. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാ. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. ഞാനിതിൻ്റെ മലയാളം വായിച്ചാൽ എനിക്ക് സുഖം വരുന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. അത് മനോഹരമാണ്. ഐ വിൽ ഫുള്ളി സാറ്റിസ്ഫൈ ദ സോൾ ഓഫ് ദ പ്രീസ്റ്റ് വിത്ത് അബൻഡൻസ്. എൻ്റെ കാര്യം ഭയങ്കരമായിരിക്കും. നിങ്ങളുടെ കാര്യം, ഈ പുരോഹിതന്മാരെന്ന് പറഞ്ഞാലേ ഞങ്ങളെയാ കാണുന്നേ, പക്ഷെ നിങ്ങളും ഞാനും രാജകീയ പുരോഹിത. ഒപ്പത്തിയൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. You are going to be radiant and will be radiant. You will be radiant. തിളക്കം, ശോഭ, പ്രകാശം. തിളക്കം, ശോഭ, പ്രകാശം. നന്മ വീട്ടിനകത്ത് ഓടിക്കയറും. നന്മ വീട്ടിനകത്തേക്ക് ഓടിക്കയറും. ചർച്ചിനകത്തേക്ക് നന്മ ഓടിക്കയറും. തിരുവനന്തപുരത്തിൽ ലാൻഡ്, പട്ടണങ്ങളിൽ ലാൻഡ്, സഭയ്ക്കകത്തേക്ക് നന്മ ഓടിക്കയറുക. വീട്ടിനകത്തേക്ക് നന്മ ഓടിക്കയറുക. ചാടി ആമീൻ പറയുന്ന ആമീൻ പറ. This is your day. This is your time. This is my season. ഇതെന്റെ സമയോ, ഇതെന്റെ സമയോ. എന്റെ പുരോഹിതന്മാർ അവരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം നന്മ കൊണ്ടങ്ങ് തൃപ്തരാകുമെന്ന്. ഇത് യഹോവയുടെ അരുളപ്പാടാ. നന്മ കൊണ്ടങ്ങ് തൃപ്തനാകുക. അടുത്ത വർഷം പോകുന്നതിനേക്കാൾ മുമ്പ് മുഴുവൻ ഫീസും അടയട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഇനി അവര് താമസിക്കുകയാണെങ്കിൽ ഒരു വീട് അവിടെ മേടിച്ച് അങ്ങോട്ടും കൂടെ ഇടയ്ക്ക് പോയി വരുന്നത് നല്ലതല്ലേ? ഒരു വീട് അവിടെയും കൂടെ വരട്ടെ, എന്താ കുഴപ്പം? നമുക്കൊരു പൈസ ചെലവില്ല, ഫ്രീ ആയി വരുന്ന മുഴുവനും. നമ്മൾ വിശ്വാസം പറഞ്ഞാൽ മതി, സാധനങ്ങൾ വന്നോണ്ടേയിരിക്കും. Are you following me? ദൈവരാജ്യത്തിനകത്ത് കയറിയാലുള്ള കാര്യമാ. ബലവാന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ വിടുവിച്ചാൽ ഇതൊക്കെ നടന്നേ ഒക്കത്തുള്ളൂ. കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക, അവൻ സിയോൻ മലയിൽ ഘോഷിച്ചുല്ലസിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ലൈഫ് മുഴുവനും ഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആർപ്പുവിളിയുടെ ദിവസങ്ങളായിരിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, ഇങ്ങനെയുള്ള നന്മകൾ, അനുഗ്രഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയുന്നത്. ക്രിസ്തുവിനോടൊപ്പം ആയിരുന്നാട്ടെ, അനുഭവത്തിലായിരുന്നാട്ടെ, വലിയ നന്മയിൽ ജീവിച്ചാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ആന്റിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു നന്മ പറയാനാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ആന്റിയുടെ പേര് റാഹില എന്നാണ്. ചാല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു.
ഈ ആൻറ്റിക്ക് ഒത്തിരി നാളുകളായി ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചത്. കൂടാതെ ഈ ദിവസങ്ങളിൽ ബ്രദർ കോമൺ ആയിട്ടൊരു ദൂത് പറഞ്ഞിരുന്നു, അനേകർക്ക് പുതിയ വാതിലുകൾ ഓപ്പൺ ആകുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, സിസ്റ്റർ ഇപ്പോൾ പറയുന്നത് BB രാജ ഗവൺമെന്റ് സ്കൂളിൽ സ്പോർട്സ് കോട്ടയിൽ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകിയെന്നാണ്. ഒന്ന് ശബ്ദം ഉയർത്തിക്കേ, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടി. അതിന് ഓടാനൊക്കെ അറിയോ? കർത്താവ് ചെയ്ത കൃപയ്ക്കായി നന്ദി. ദൈവം നന്മയെ കർത്താവ് തന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു വെരി മച്ച് ബ്രദറെ. ഈ മോൾക്ക് കർത്താവ് നൽകിയ വലിയൊരു അത്ഭുത സൗഖ്യമാണ്. 4 വർഷമായ തലവേദന മോൾക്ക് കർത്താവ് മാറ്റിക്കൊടുത്തു. പോയി. ഈ മോളുടെ പേര് അശ്വതി എന്നാണ്. മുക്കോല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഡിഗ്രി 4th സെം സ്റ്റുഡൻ്റ് ആണ്. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് കഴുത്തിൽ നിന്ന് തലയിലേക്ക് ഒരു വേദന വരും. അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഡോക്ടേഴ്സ് ധാരാളം മെഡിസിൻ കൊടുത്തിരുന്നു. മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, എന്നാൽ യാതൊരു വിധത്തിലും പൂർണ്ണമായി വിടുതൽ ലഭിച്ചിരുന്നില്ല. കൂടാതെ പഠനത്തെ ഇത് വല്ലാതെ ബാധിച്ചിരുന്നു. ഡിഗ്രി 2nd സെം എക്സാമിനിടയിൽ മോൾക്ക് ഇത് കഠിനമായ വേദന വന്നതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ കഴിയാതെ ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ പഠിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും ബാം ഉപയോഗിക്കണം. നിവർന്നിരുന്ന് പഠിക്കാൻ കഴിയില്ല. കിടക്കയിൽ കിടന്നാണ് പഠിച്ചിരുന്നത്. എന്നാൽ അപ്പൊ നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം നീ കിടന്ന് പഠിച്ചുകൊണ്ടിരുന്നതല്ലേ? കിടന്നു പഠിച്ചോണ്ടിരുന്നേ? ഇരിക്കാൻ നോക്കത്തില്ല. തലവേന വരുമോ നമ്മൾക്ക്? എന്നാ വിഷമമായിരിക്കുമല്ലേ? സീരിയസ് ആയ കാര്യമോ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോടി. തലവേന ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ മോള് പറയുന്നത് റെക്കോർഡ്സ് വരയ്ക്കുമ്പോൾ പോലും വളരെ ഛർദി ഉണ്ടാവും. തലവേദനയെ തുടർന്ന് ഛർദി ഉണ്ടാവും. അസൈൻമെൻ്റ് ഒന്നും ചെയ്യുന്നതിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മോളിപ്പോൾ സാക്ഷ്യപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദർ ഒരു മോൾക്ക് ഇതേ തരത്തിലുള്ള അസുഖത്തെക്കുറിച്ച് ഒരു ദൂത് പറഞ്ഞു. മോളെ കഴുത്തിൽ നിന്ന് മോൾക്ക് തലയിലേക്ക് ഒരു വേദന വരും. തുടർന്ന് തലവേദനയാണ്, കണ്ണിന് മങ്ങലുണ്ടാകും. കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോള് ഇവിടെ നിന്ന് വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, അതേ പ്രോബ്ലമാണ് എനിക്കുള്ളത്, കർത്താവെ നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. മോളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്, അന്ന് വീട്ടിൽ പോയി ഒരു വേദനയില്ല, പഠിക്കുവാനിരുന്നു, ഒരു പ്രയാസവുമില്ല. അടുത്ത ദിവസം കോളേജിലേക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്തു, ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ പറയുന്നത് ഒരാഴ്ചയായി തനിക്ക് എഴുതുമ്പോഴുണ്ടാകുന്ന ഛർദി എല്ലാം മാറിപ്പോയി. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ഹല്ലേലൂയ. ദൈവിക അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി സകല അനുഗ്രഹത്തിലും സകല നന്മയിലും ജീവിച്ചേ പറ്റത്തുള്ളൂ. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. സാമ്പത്തിക നന്മ നിങ്ങളുടെ അവകാശമാണ്. ക്രിസ്തു നേടിത്തന്നത് എന്തൊക്കെയാണോ അതെല്ലാം നമ്മളുടെ അവകാശമാണ്. അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ് നേടിത്തന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ ചില നന്മകൾ കൂടെ അനുഭവിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. സകല നന്മയിലും നിറഞ്ഞു വരട്ടെ അപ്പാ. സകല അനുഗ്രഹത്തിലും നിറഞ്ഞു വരട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. യേശുവേ അപ്പാ, നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി അപ്പാ. അപ്പോൾ അവിടുത്തെ നിറവിനായി നന്ദി അപ്പാ. ഈ വീടുകളിൽ ആ സാന്നിധ്യം വർദ്ധിക്കട്ടെ. ഈ വീടുകളിൽ അവിടുത്തെ നിറവ് വർദ്ധിക്കട്ടെ അപ്പാ. നിറവ് വർദ്ധിക്കട്ടെ അപ്പാ. കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗം ഇവരുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പോൾ ആ രോഗത്തിൻ്റെ കെട്ടുകൾ
ഈ വീടുകളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ശരീരം മസിലുകളെല്ലാം വീക്കായിട്ട് തൂങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. ഒരു കാര്യം ബലത്തോടെ ചെയ്യാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ വ്യക്തി ആരോഗ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ആരോഗ്യത്തിലേക്ക് വരട്ടെ. തൻ്റെ ശരീരം ക്ഷീണിച്ചതിനേക്കാൾ, ബലഹീനപ്പെട്ടതിനേക്കാൾ മനസ്സ് ബലഹീനപ്പെട്ടു പോയി. കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായി കരകയറട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ തൻ്റെ കൃഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. അതിൻ്റെ വിളവുകൾ വർദ്ധിക്കട്ടെ അപ്പാ. താൻ എന്താണോ ചെയ്യുന്നത് അതിന്മേലെല്ലാം വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവെ. അപ്പാ നിറഞ്ഞു കവിയുന്ന ഒരു സമൃദ്ധി ആ വീട്ടിലുണ്ടാകട്ടെ അപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ ഒപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.